ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾ തമ്പലൈനൊക്കെ കണ്ട പോലെ തന്നെ ഇന്നിൻ്റെ 3-ാം മാസത്തെ സ്കാനിങ് ആണ് കേട്ടോ. ആക്ച്വലി ഇന്നല്ല സ്കാനിങ് പറഞ്ഞ ഡേറ്റ്, 5-ാം തീയതിയാണ് ഡേറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ 10-ാം തീയതി ആയി. 5 ദിവസം നമ്മൾ ഡിലേ ആയി. നമുക്ക് വേറെ പ്രോഗ്രാമും ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അന്ന് പോകാൻ പറ്റിയില്ല. ഞാൻ മാക്സിമം പോകാൻ നോക്കിയതാണ്, പക്ഷെ നമുക്ക് ഡോക്ടർ ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ ഉള്ള ദിവസം നമുക്ക് പറ്റൂല, അങ്ങനെ ബിസി ആയിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പം അൻഷി പറഞ്ഞ് എന്തുണ്ടായാലും വേണ്ടില്ല ഇന്ന് പോകണം, കാരണം 3-ാം മാസത്തെ സ്കാനിങ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുണ്ടായാലും വേണ്ടില്ല ഇന്ന് പോയേ പറ്റുള്ളൂ, എനിക്കെൻ്റെ കുട്ടിയാണ് വലുത് എന്നൊക്കെ പറയണ്ടേന്ന് അൻഷി. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാൻ അയക്കലില്ല കേട്ടോ. അപ്പോൾ എന്നെ കുട്ടിക്ക് കേടാണ്, അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ പുറത്ത് പോകുമ്പോൾ ഒന്നാമതേ എനിക്ക് ബ്ലഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ബ്ലഡ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ചുണ്ടില്ലാത്ത മനുഷ്യൻ്റെ പോലെയാണ് എന്നെ കാണാൻ. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ വെള്ള കളറായിരിക്കും. അപ്പം നമ്മൾ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് എന്താ പറയുക, എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അയ്യേ എന്താ എൻ്റെ മുഖം ഇങ്ങനെ വിളർത്തിരിക്കണേ വിചാരിക്കും ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ. അപ്പോൾ കുറച്ചെങ്കിലും ലിപ്സ്റ്റിക്ക് ഇടാതെ എങ്ങനെയാ കയ്യാന്ന് അറിയില്ല. ഇന്ന് ചിലപ്പോൾ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇത്ര ഇട്ടേന് ചീത്ത കേൾക്കും കേട്ടോ. ഞാനാണെങ്കിൽ അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ അങ്ങനെ അധികം മേക്കപ്പ് യൂസ് ചെയ്യലില്ല, ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടലുള്ളൂ. ലിപ്സ്റ്റിക്കും കുറച്ച് ബ്ലഷ് ഇടും. ഇന്ന് എനിക്ക് നല്ല ചീത്ത കേൾക്കും. ചിലപ്പോൾ ഉമ്മ ഉള്ളതുകൊണ്ടൊന്നും പറയില്ല. ഒന്ന് അൻഷിൻ്റെ അമ്മയും ഞാനും അൻഷിയും കൂടിയാണ് സ്കാനിങ്ങിന് പോണത് കേട്ടോ. അപ്പം 2 മണിക്ക് ഇത്തീസിലെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആകെയുള്ളൊരു പ്രാർത്ഥന എന്താ വെച്ചാൽ ഈ 3-ാം മാസത്തെ സ്കാനിങ്ങിലാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊക്കെ അറിയൽ. ഞാൻ NT സ്കാനിങ്ങോ അങ്ങനെ എന്തൊക്കെയോ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ട് ഒന്നുമില്ലാതെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബേബിനെ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. കാരണം അറിയാമല്ലോ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടി നമ്മൾ ഈ ലോകത്തേക്ക് കൊടുന്നിട്ട് അതിനെ ഇടങ്ങാറാക്കുക അങ്ങനെയൊന്നും ഉണ്ടാവാതെക്കട്ടെ. അപ്പോൾ പോവാണ്. പോകുന്നതിന് മുന്നേ നല്ലോണം വെള്ളം കുടിച്ച് ബ്ലാഡർ ഫുള്ളാക്കിയാലേ അവിടെ എത്തിയാൽ സ്കാനിങ് പെട്ടെന്ന് എടുക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് വെള്ളം കുടിച്ച് കുറേ നേരം നടക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്തായാലും പോയോക്കാം. അവിടെ എത്തിയിട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിപ്പോൾ മാറ്റി റെഡിയായി. അൻഷി ഇമ്മി എത്തിയിട്ടില്ല. ഓലിപ്പം എന്നെ പിക്ക് ചെയ്യാൻ വരും. ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നതായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ റിട്ടേൺ പോവുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും, അപ്പം അങ്ങോട്ട് പോരും. പിന്നെ കുറച്ച് ദിവസം നിൽക്കും, പിന്നെ പോവും. അപ്പം നിൽക്കാൻ വന്നതാണ്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോക്ക് പോകാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് 3-ാം മാസമായിട്ട് പാത്തുവിന് വയറ് വന്നിക്കണമെന്ന്. കുറച്ച് പേരല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പിന്നെ അതേപോലെ തന്നെ ദിലു വന്നുകൊണ്ട് ദിലു ഇടയ്ക്ക് പെരിയിൽ വരുന്ന ആളാണല്ലോ. ദിലു വന്ന് അപ്പം എന്നോടേക്കും എന്താ ബിന്ദ എൻ്റെ പള്ള പൊന്താത്ത, എന്താ ബിന്ദ എൻ്റെ പള്ള പൊന്താത്ത. പിന്നെ ഉമ്മ ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എന്താ ബിന്ദ പള്ളക്കൊരു മാറ്റമില്ലല്ലോ, പേടിയാവുന്നുണ്ട്. അപ്പം ഞാൻ 3-ാം മാസത്തേക്ക് കടന്നിട്ടുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചോദിച്ച സമയത്ത് ഓല് പറഞ്ഞു ചിലവർക്ക് 3-ാം മാസത്തിൽ തന്നെ വയറുണ്ടാവില്ല, ചിലവർക്ക് ഉള്ളിക്കായിരിക്കും. പിന്നെ 4-ാം മാസം മുതലാണ് ബേബിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് വയറൊക്കെ വരാമെന്ന്. എനിക്കങ്ങനെ കാര്യമായിട്ട് വയറൊന്നും വന്നിട്ടില്ല. നോർമലി കുറച്ച് കുണ്ടപ്പള്ളുണ്ട്, അതിന് കുറച്ച് ഒരു തുള്ളി പൊന്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഭക്ഷണം കഴിച്ചാലൊക്കെ പൊന്തൂലേ, ഈ ഒരു മന്ദപ്പ് ഉണ്ടാവില്ലേ പള്ളക്ക്, ആ ഒരു മന്ദപ്പേ പറ്റുള്ളൂ. ഞാൻ പറയാം അല്ലതില്ല, അധികം ഓവറായി പൊന്തും വേണ്ട. കാരണം എന്താ വെച്ചാൽ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വലിയൊരു പള്ളി വെച്ച് നടക്കണ്ട. ഇതാകുമ്പോൾ വലിയ പ്രശ്നമില്ല, ഡ്രസ്സ് ഇട്ടാലോ ഒതുങ്ങി നിൽക്കും ചെയ്യും. പിന്നെ ഇന്ന് നമുക്ക് വേറൊരു ഓണപ്പരിപാടി ഉണ്ട് നമ്മളെ കമ്മ്യൂണിറ്റീൻ്റെ, അതിന് പോകാൻ പറ്റിയില്ല. കോഴിക്കോട് എത്തണം കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വയ്യാതാവും. അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കി. പക്ഷേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പോകാൻ. സെറ്റും കൊണ്ടൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ്. ഞാൻ മനസ്സിലാക്കണം, ഞാൻ കുറച്ച് കണ്ടറിഞ്ഞിട്ടില്ലെങ്കിൽ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുട്ടിക്ക് അതൊരു പ്രശ്നമാണ്. അപ്പം നമ്മളൊക്കെ ഇപ്പം ഞാൻ ഈ ഒരു പ്രഗ്നൻസി ടൈം ആയപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മ എത്രത്തോളം ഇടങ്ങാറായിട്ട്. എനിക്കിപ്പോൾ ഈ ഒരു 3-ാം മാസം ആയപ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക,
മൂഡ് സ്വിങ്സ് വരുന്നത്, വൊമിറ്റിങ് വരുന്നത്, ഹെൽത്തിന് ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, അന്നത്തെ കാലത്തൊക്കെ ഇന്നൊക്കെ ഇപ്പോൾ നമ്മളെ അന്നത്തെ ഹസ്ബൻഡ്സിൻ്റെ പോലെയല്ല അന്നത്തെ ഹസ്ബൻഡുമാരൊന്നും, ഉള്ളവരുണ്ട്. പക്ഷെ അന്നുള്ള കുറച്ച് ടോക്സിക് ആയിട്ട് കുറച്ച് ഡേഞ്ചറായിട്ടുള്ള ഹസ്ബൻഡുമാരാണ് പൊതുവെ. എൻ്റെ ഉപ്പയും അന്ന് കുറച്ച് ഡേഞ്ചർ ആയിരുന്നു. എൻ്റെ ഉമ്മക്ക് ഭയങ്കര ടോക്സിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 4 മക്കളെ എങ്ങനെ പ്രസവിച്ച് ഭൂമിക്ക് എടുത്തുപ്പതാ ഇന്ന് വരെ ഒരു കുറവില്ലാണ്ട് നോക്കണം. അപ്പം സത്യം പറഞ്ഞാൽ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയാലാണ് ഉമ്മാൻ്റെ വില മനസ്സിലാവുക, ഒന്ന് പെറ്റാലാണ് വില മനസ്സിലാവുക എന്ന് പണ്ടുള്ളവർ പറയും. അത് സത്യമാണ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പം എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ വില, എൻ്റെ ഉമ്മാൻ്റെ മാത്രമല്ല എല്ലാ അമ്മമാരുടെ വിലയും എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. കാരണം അത്രയും ഇടങ്ങാറായിട്ടാണ്, അത്രയും വേദനയൊക്കെ സഹിച്ചിട്ടായിരിക്കുമല്ലേ നമ്മളൊക്കെ ഭൂമിക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ അമ്മമാരോടും എല്ലാ അമ്മമാരോടും, അതിപ്പോൾ മൃഗങ്ങളായിക്കോട്ടെ ആരായിക്കോട്ടെ, അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഇപ്പോൾ റെസ്പെക്റ്റ് ആട്ടോ. കാരണം അത്രക്ക് പ്രസവം എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് ഇടങ്ങാറായിട്ടുണ്ടാവും. എനിക്കിപ്പോൾ ഇനി ഞാൻ കുറേ അനുഭവിക്കാൻ കിടക്കണുള്ളൂ. കാരണം ഈ 3-ാം മാസത്തെ തന്നെ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഈ 10 മാസമാണ് വരെ ഞാൻ കുറേ കാര്യങ്ങൾ അനുഭവിക്കാനുണ്ടാവും, ഹെൽത്തിന് ഇഷ്യൂ കാര്യങ്ങളൊക്കെ. ഇപ്പം തന്നെ എന്നെ കൂടെ കഴിയണില്ല. അപ്പം ഞാൻ ഇങ്ങനെ ആലേക്ക് അന്നൊക്കെ ബെഡില്ല, നിലത്ത് കിടക്കേണ്ട അവസ്ഥ, മര്യാദക്ക് കറണ്ടില്ല, വെളിച്ചമില്ല, ബാത്റൂമില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അന്നത്തെ കാലത്ത് എൻ്റെ അമ്മമ്മൊക്കെ 10 കുട്ടികളെ പ്രസവിച്ച്, 12 കുട്ടികളെ പ്രസവിച്ചു. അതൊക്കെ എങ്ങനെയും സാധിച്ചതെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ച് പോവാട്ടോ. അപ്പം എൻ്റെ കൂടുതൽ കാര്യങ്ങൾ പിന്നെ പറയാം. അൻഷിയും ഇപ്പോൾ വരും, അപ്പം നമുക്ക് പോയിട്ട് വരാം കേട്ടോ. അപ്പം അതാ ഗൈസ് ഞങ്ങൾ പോവാണ് കേട്ടോ. നല്ല വെയിലുണ്ട് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത്. പിന്നെ ബ്ലാഡർ ഫുള്ളാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സ്കാനിന് പോയ സമയത്തും. അപ്പം അൻഷി വെള്ളം കുപ്പി വാങ്ങണ്ടേന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നോട്. അപ്പം ഞാൻ പറഞ്ഞ് ഓക്കെ സൈഡാക്ക്, എന്നിട്ടൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ട് വായോ എന്ന് പറഞ്ഞു. ഇന്നാണെങ്കിൽ എനിക്ക് സ്കാനിങ്ങിന് പോകാനൊരു മൂഡും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ രാവിലെ തുടങ്ങി വോമിറ്റിംഗ് ആയിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ കഴിച്ചത്. ഫുള്ള് ഞാൻ വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ രാവിലെ മസാല ഉള്ള കറികളൊന്നും കഴിക്കാൻ വയ്യ. അതായത് ഈ മുളകിട്ട കറികൾ, എരിവുള്ള കറികളൊന്നും എനിക്ക് കഴിക്കാൻ വയ്യ കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്തീസിലെത്തി. വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. വെയിറ്റും എന്തോ പ്രഷർ അങ്ങനെ എന്തോ നോക്കൂട്ടോ. എന്നിട്ട് നമ്മളെ കൺസൾട്ട് ചെയ്യുള്ളൂ. 21 കിലോ ഉള്ള ഞാൻ 60 കിലോ ആയിട്ടുണ്ട് കേട്ടോ. 1 കിലോ കുറഞ്ഞു. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഫുഡ് കഴിക്കായിട്ടാണെന്ന്. കാരണം എനിക്കിപ്പോൾ ഫുഡിനോട് ഭയങ്കര മടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ തോന്നൂല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ എത്തിസിൽ ഇതായിരിക്കാണ് കേട്ടോ. ഞങ്ങൾ സ്കാനിങ്ങിൻ്റെ അവിടെ ഇങ്ങനെ കൊടുത്തു. ലഞ്ച് കോഫി വേണോ ചോദിച്ചു. എൻ്റെ അമ്മായിമ്മ പിന്നെ എവിടെയെങ്കിലും വന്നാൽ അപ്പോൾ TV ഉണ്ടെങ്കിൽ TV ആണോ, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ഉറങ്ങാം. ഞാൻ വീഡിയോയില് പറയാം. അത് വെറുതെ കുറെ നേരം ഇരുന്ന് ഉറങ്ങും, അല്ലെങ്കിൽ കാർട്ടൂൺ കാണാം, ഏതെങ്കിലും ഒന്ന്. ചെന്നപ്പോൾ തന്നെ എൻ്റെ ഇപ്പം +2 പഠിച്ച എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓളെ താത്താൻ്റെ ഡെലിവറിൻ്റെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ട് ചെയ്തിരുന്നത്. കുറേ കാലത്തിന് ശേഷം കണ്ടുകൊണ്ട് ഞങ്ങൾ കുറേ വർത്തമാനം പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മയമ്മ അവിടെ ഇരുന്ന സീരിയലാണ്, എൻ്റെ ഹസ്ബൻഡ് ഫോണിൽ ഇരുന്ന് കാണുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു കോഫിയൊക്കെ കുടിച്ചു. നല്ല കോഫിയായിരുന്നു കേട്ടോ. അങ്ങനെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടി. നമ്മളെടുത്ത് ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഡോക്ടറെ കാണിച്ചു, TT ഒക്കെ അടിക്കാൻ പറഞ്ഞു, എന്തൊക്കെയോ ടെസ്റ്റ് ഒക്കെ എഴുതി തന്നിരുന്നു. ഇപ്പം അതാ നമ്മൾ ഇറങ്ങാണ് കേട്ടോ ഹോസ്പിറ്റലിന്. ഞാൻ തൊള്ളിക്ക് ഹോസ്പിറ്റലാണ് അതിൽ കൂടെ പറഞ്ഞെടുക്കും. അപ്പൊ അതെന്താ വെച്ചാല് റിപ്പോർട്ടിൽ ബ്ലഡ് ഇല്ലാത്ത ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നോട് അമ്മയും എൻ്റെ ഇവിടുത്തെ അമ്മയും ഒക്കെ പറയും രായി കുടിച്ചോ ബ്ലഡ് ഉണ്ടാവുമെന്ന്. ഞങ്ങൾക്കാണെങ്കിൽ രായി പറ്റൂല കേട്ടോ. അപ്പം ഇപ്പൊ തീരെ ബ്ലഡ് ഇല്ല. അപ്പൊ അതിന് എന്നെ അൻഷി ചീത്ത പറയാണ്, എൻ്റെ അമ്മയും ചീത്ത പറയാണ് കേട്ടോ. പിന്നെ സ്കാനിങ് റിപ്പോർട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്തോൽക്കൊക്കെ കാട്ടിക്കൊടുത്ത് കുട്ടിന്റെ ഷേപ്പ് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ നമുക്ക്. ഞാൻ ഭയങ്കര ഇമോഷണലായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ പൂർണ്ണ വൈക്ക് ജ്യൂസും ഷവർമൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശപ്പ്. അപ്പം നമ്മളിതാ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരു 7 മണിയായിട്ടോ. വന്ന സമയത്ത് ഇവിടെ അൻഷിൻ്റെ വീട്ടിൻ്റെ സൈഡിൽ ഒരു പാമ്പും കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. കുട്ടിയാണോന്ന് അറിയില്ല. അപ്പം അതിൻ്റെ തിരക്കപ്പെട്ട എല്ലാവരും. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് അധികം ക്ലിപ്സ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു. NT സ്കാന്, തൈറോയിഡിൻ്റെ സ്കാൻ, എന്തോ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റ് ചെയ്തിട്ട് ഡബിൾ ചെക്കോ അങ്ങനെ എന്തോ ഒരു സ്കാന് ഒരു ടെസ്റ്റ് പുറത്തോട്ട് അയച്ചിട്ടുണ്ട്. അത് ഇനി 5 ദിവസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇപ്പം സ്കാനിങ്ങിലും റിസൾട്ടിലൊന്നും ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ. പിന്നെ ഞാൻ സ്കാനിങ് റൂമിലേക്ക്
ചെന്ന സമയത്ത് 2 വട്ടം എൻ്റെ സ്കാനിങ് കഴിഞ്ഞു. അപ്പോഴൊന്നും മറ്റേ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ അതിക്ക് ഞാൻ നോക്കിയില്ലായിരുന്നു, കാരണം കാണുന്ന എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മേലേക്ക് നോക്കി കിടക്കും. ഇന്നാണ് ഇപ്പോൾ ഞാൻ സ്കാനിങ് റൂമൊക്കെ കയറി വയറിൻ്റെ അവിടെ മറ്റേ സാധനം വെച്ച് ഇങ്ങനെ ഇതാക്കുമ്പോൾ നമ്മളെ കുട്ടീൻ്റെ ബ്രീത്ത് എടുക്കുന്ന സൗണ്ട്, ടക്ക് 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 പറഞ്ഞിട്ട് ബ്രീത്ത് എടുക്കുന്ന സൗണ്ട് നമുക്ക് ശരിക്കും കേൾക്കട്ടോ. സത്യം പറഞ്ഞാൽ റൂമിൽ നിൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. പിന്നെ വയറിൻ്റെ ഉള്ളിൽ ശരിക്കും ബേബി കിടക്കണം, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ അറിഞ്ഞു, ഞാൻ കണ്ടു അത്. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി വന്നപ്പോൾ ഞാൻ അൻഷിനോട് അൻഷി ഞാൻ കുട്ടീനെ കണ്ടു, കുട്ടീനെ തല കണ്ടു, കുട്ടി ആ ഒരു സ്കള്ളുണ്ടല്ലോ, സ്കള്ള് ശരിക്ക് ഉള്ള ഷേപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സ്കാനിങ്ങിൻ്റെ സമയത്ത്. പിന്നെ വെയിറ്റ് ചെയ്തു, സ്കാനിങ് കിട്ടി, കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ കണ്ടു, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പുറത്തത്തെ ഫുഡ് നിർത്താൻ പറഞ്ഞു, സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, യാത്ര മാക്സിമം ഒഴിവാക്കാൻ പറഞ്ഞു, നല്ലോണം ഫുഡ് കഴിക്കാൻ പറഞ്ഞു. പിന്നെ ആകെയുള്ള പ്രശ്നം ബ്ലഡ് കുറവാണ് കേട്ടോ. അത് പൊമോഗ്രാനൈറ്റ് തിന്നാൻ പറഞ്ഞു, രാഗി കുടിക്കാൻ പറഞ്ഞു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് സ്കാനിങ് കാട്ടിത്തരാം കേട്ടോ. ഓക്കെ, എൻ്റെ ഈ സ്കാനിങ്ങിൽ ശരിക്കും കുട്ടീൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ വീട്ടുകാർക്കൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ വീട്ടുകാർ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആണ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെടുത്ത സ്കാനിങ്. ഇത് കണ്ടോ, ഇതാണ് കുട്ടീൻ്റെ ഇത്. പിന്നെ ഇത് കുട്ടി എടുക്കുന്ന സംഭവം എത്രത്തോളം വിസിബിൾ ആവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. അത് കണ്ടോ, മൂക്കാണടാ, അത് മൂക്ക്, ഇത് വായാണടാ, അത് തലാണടാ. ഓക്കെ, ഇതാണ് കുട്ടി കിടക്കുന്നത്. കണ്ടോ, ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതമല്ലേ, 10 മാസം കൊണ്ട് നമ്മൾ വയറ്റിൽ കിടന്നിട്ട് ഒരു മനുഷ്യനാണല്ലോ പുറത്തേക്ക് വരുന്നത് ആലോചിക്കുമ്പോൾ. പഠിച്ചവൻ്റെ ഓരോ പടപ്പുകളെ. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ബ്ലെസ്സാണ്. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ലാതെ നല്ലൊരു ബേബിനെ കിട്ടട്ടെ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.